ജില്ലയിലെ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലെ സർക്കാർ ഡോക്ടർമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും KGMOA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ഞപ്പിത്തത്തിനെതിരെ പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പ് നടത്തി. അസോസിയേഷൻ നോർത്ത് സോൺ വൈസ് പ്രസിഡന്റ് ഡോക്ടർ M. മുരളീധരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാം, ഏപ്രിൽ മെയ് മാസങ്ങളിലെ നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ തന്നെ ചില ജില്ലകളിൽ എറണാകുളം, തൃശ്ശൂര്, മലപ്പുറം, കണ്ണൂര് തുടങ്ങിയ ജില്ലകളിലെല്ലാം തന്നെ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ തന്നെ 18 പേര് മഞ്ഞപ്പിത്തം കാരണം മരിക്കുകയും ഏകദേശം 17ഓളം സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡെത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 35ഓളം ആളുകൾ അങ്ങനെ മഞ്ഞപ്പിത്തത്തിന്റെ പിടിയിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു നേതൃത്വം, നമ്മുടെ ജില്ലാ നേതൃത്വം, ഇതിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് വാക്സിനേഷനാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മെമ്പർമാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, അവരുടെ ജീവിതം, അവരുടെ കുടുംബാംഗങ്ങൾക്കും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഏറ്റവും മികച്ച ഒരു പരിപാടിയാണ് നമ്മുടെ ജില്ലാ നേതൃത്വം ഏറ്റെടുത്തത്. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ PM ജലാൽ അധ്യക്ഷത വഹിച്ചു. KGMOA ജില്ലാ ആസ്ഥാന മന്ദിരത്തിൽ രാവിലെ 9 മണിക്ക് ആരംഭിച്ച ക്യാമ്പിൽ 250-ലേറെ പേർ മഞ്ഞപ്പിത്തത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ് എടുത്തു. ജില്ലയിൽ മഞ്ഞപ്പിത്ത രോഗം പടരുന്ന സാഹചര്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന് ജില്ലാ സെക്രട്ടറി ഡോക്ടർ KM ജാനിഫ്, ഡോക്ടർ ഫുഹാദ് കോയിസൻ, ഡോക്ടർ CP സഹീർ, ഡോക്ടർ ദീപക് വ്യാസ് എന്നിവർ നേതൃത്വം നൽകി. മഞ്ഞപ്പിത്തത്തിനെതിരെ സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരമൊരു ക്യാമ്പ് സംഘടിപ്പിച്ചത്. പാർശ്വഫലങ്ങൾ തീരെയില്ലാത്തതും സുരക്ഷിതവുമായ ലൈവ് വാക്സിനാണ് ക്യാമ്പിൽ നൽകിയത്. 30 വർഷത്തേക്ക് മഞ്ഞപ്പിത്ത രോഗത്തിൽ നിന്നും സംരക്ഷണം നൽകുമെന്നാണ് നൽകപ്പെടുന്ന വാക്സിന്റെ പ്രത്യേകത. ബൂസ്റ്റർ ഡോസുകളുടെ ആവശ്യകതയും ഇല്ല. മുൻ വർഷങ്ങളേക്കാൾ മഞ്ഞപ്പിത്ത രോഗവുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങളും മരണനിരക്കും കൂടിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സംരംഭവുമായി മുന്നോട്ട് വരാൻ പ്രേരണയായത്. പ്രായം കുറഞ്ഞവരിൽ പോലും മരണനിരക്ക് കൂടി വരുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. ഇന്നത്തെ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കും മറ്റു വിഭാഗം ആരോഗ്യ പ്രവർത്തകർക്കും വാക്സിനേഷൻ സൗകര്യങ്ങൾ ലഭ്യമാക്കണം. ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ടെന്നും KGMOA അറിയിച്ചു. നമ്മുടെ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഈ മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് A രോഗങ്ങൾ ഇപ്പൊ കുറച്ച് 4-5 മാസമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ എണ്ണം ക്രമാതീതമായി കൂടി വരികയാണ്. മരണനിരക്ക് കഴിഞ്ഞ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഹെപ്പറ്റൈറ്റിസ് A മൂലമുണ്ടാകുന്നത് ഇപ്പോൾ കൂടി വരികയാണ്. ഈ അടുത്താണ് 22 വയസ്സായ ഒരു പയ്യൻ നമ്മുടെ ജില്ലയിൽ ഈ ഒരു രോഗവുമായി മരണപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക്, അല്ലെങ്കിൽ ജനങ്ങളോട് ഈ അസുഖങ്ങളുമായി ഡീൽ ചെയ്യുന്ന നമ്മുടെ ഡോക്ടർമാർക്ക്, അവരുടെ കുടുംബാംഗങ്ങൾക്ക് നമ്മുടെ സംഘടനയുടെ നേതൃത്വത്തിൽ KGMOA മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഇത് നമ്മളൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ വളരെ മികച്ച റെസ്പോൺസ് ആയിരുന്നു. എല്ലാ നമ്മുടെ KGMOA അംഗങ്ങളിൽ നിന്നും, ഡോക്ടർമാരിലും അവരുടെ കുടുംബങ്ങളിൽ നിന്നും ഒരു 200-250ഓളം ഡോക്ടർമാരും അവരുടെ കുടുംബാംഗങ്ങളും ഇന്ന് നമ്മുടെ ഈ KGMOA ഹൗസിൽ വെച്ച് നടക്കുന്ന ഈ ക്യാമ്പിൽ വാക്സിനേറ്റഡ് ആവുകയാണ്. അപ്പോൾ ഇത് പൊതുജനങ്ങളും മറ്റു സംഘടനകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് പൊതുജനങ്ങളും, ഇനി സംസ്ഥാന ഗവൺമെന്റ് ഒരു ജനങ്ങൾക്ക് ഒരു ഔട്ട് ബ്രേക്ക് സമയത്ത് ആവശ്യമായി വരുന്ന ഒരു ഇത് ജനങ്ങൾക്ക് സൗജന്യമായി തന്നെ നൽകണം എന്നൊരു ആവശ്യം കൂടി KGMOA അവസരത്തിൽ മുന്നോട്ട് വെക്കുകയാണ്. വളരെ അടുത്തിടെയായി പല സ്ഥലങ്ങളിലും നടന്ന ഹെപ്പറ്റൈറ്റിസ് ഔട്ട് ബ്രേക്കുകളിൽ മരണം വരെ സംഭവിക്കുന്ന ഒരു സ്ഥിതി സംജാതമായിട്ടുണ്ട്. മരണനിരക്ക് കൂടുതലായി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതെല്ലാം കണക്കിലെടുത്താണ് ഈ വാക്സിനേഷൻ ഒരു ക്യാമ്പുമായിട്ടും ഒരു ക്യാമ്പയിനിങ്ങുമായിട്ടും മലപ്പുറം KGMOA മുന്നോട്ട് വന്നിരിക്കുന്നത്. വളരെ സേഫായിട്ടുള്ള, അതായത് ലൈവ് വാക്സിനാണ് നമ്മൾ ഈ ക്യാമ്പിലൂടെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് ഡോക്ടർമാർക്ക് ഇവിടെ നൽകുന്നത്. 100% പാർശ്വഫലങ്ങളില്ലാത്തതും അതേപോലെ തന്നെ ജീവിതകാലം മുഴുവൻ അതിൻ്റെ ഈ വാക്സിൻ്റെ എഫക്റ്റ് നിലനിൽക്കുന്ന ഒരു വാക്സിനും കൂടെയാണ് നമ്മളിതിൽ നൽകുന്നത്. ഇതിൽ ഈ രോഗത്തെ പ്രതിരോധിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട വാക്സിനിലുപരിയായി പേഴ്സണൽ ഹൈജീൻ, അതേപോലെ തന്നെ വ്യക്തി ശുചിത്വം, അതേപോലെ തന്നെ പരിസര ശുചിത്വം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ജനങ്ങൾ ശ്രദ്ധിക്കണമെന്നും കൂടെയാണ് ഈ ക്യാമ്പയിനിങ്ങിനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്.